ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ട്രാൻസിഷനുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ട്രാൻസിഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ വീഡിയോ 3 ക്ലിപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ക്ലിപ്പ് നിങ്ങൾക്ക് ഇതുപോലെയാണ് ആഡ് ചെയ്ത് വെക്കേണ്ടത്, ഒന്നിൻ്റെ മുകളിലായിട്ട് ലെയർ പോലെ. അതിൽ നമ്മൾ സെക്കൻഡ് ക്ലിപ്പാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. സെക്കൻഡ് ക്ലിപ്പിൽ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാണ്, വൈപ്പ് എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്യുക. അതിൽ എൻഡ് എന്നുള്ള വാല്യൂ കാണാം. ആ എൻഡ് എന്നുള്ള വാല്യൂ നല്ലോണം ഇതുപോലെ കുറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ മാറ്റം വരുന്നത് കാണാൻ കഴിയും. ഒരു 50% വരെ ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അതിനുശേഷം ആംഗിൾ എന്നുള്ളത് ഒന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. അതൊരു 90 ഡിഗ്രി ആയിട്ടാണ് ചെയ്യുന്നത്. 90 ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ കറക്റ്റ് സ്ക്രീനിലായിട്ട് ആ ഒരു പകുതി സ്ക്രീന് വരുന്നത് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ അടുത്ത 3ാമത്തെ ക്ലിപ്പ്, ഈ ഒരു ക്ലിപ്പ് എടുത്ത് അതിലും നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ വൈപ്പ് എഫക്റ്റ് മാറ്റ് മാസ്ക് എന്ന ഓപ്ഷനിൽ നിന്ന് ആഡ് ചെയ്യുക. അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 50% ആക്കി ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. 50% ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ ആംഗിൾ 90 അല്ല, ഒരു 270 ഡിഗ്രിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. 270 ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും ഇപ്പം വന്നിട്ടുണ്ടാവുക. അതാണ് നമ്മളിപ്പം ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇതിലൊരു മൂവ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അതിന് അടുത്തതായി ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പ്, ഏറ്റവും എൻഡിലായിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ഒന്ന് സൂമിൻ ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിപ്പിൻ്റെ ഫസ്റ്റിലായിട്ട് നല്ലോണം ഒന്ന് സൂം ചെയ്തിട്ട് ഫസ്റ്റ് 2 കീ ഫ്രെയിംസ് ഇതുപോലെ ആഡ് ചെയ്താൽ മതി. ഫസ്റ്റത്തേത് നല്ലോണം സൂം ചെയ്ത് കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നല്ല സൂം ചെയ്തതിന് ശേഷം സൂം ഔട്ട് ആക്കി വരുന്നതാണ്. അതിൻ്റെ ഇടയിലായിട്ട് നമ്മളിവിടെ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാൻ പോവാണ്. ഗ്രാഫ് ഇതുപോലെ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രാഫ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫ് തന്നെയാണ് നമ്മൾ ഇനിയുള്ള എല്ലാ ഗ്രാഫിൻ്റെ ഓപ്ഷനിലും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതന്നെ നോക്കി വെച്ചോളുക. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റിലായിട്ട് വരുന്നത്. അതിന് ശേഷം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്ലിപ്പിലേക്ക് ഇതുപോലെ ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു ക്ലിപ്പിലേക്ക് നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്ത് വെച്ചേക്കാണ്. ആ ഒരു സൂമിൻ ഒക്കെ വരുമ്പോൾ അതിനായിട്ട് ഡിസ്റ്റോഷൻ ആൻഡ് വാപ്പിൽ ടൈൽസ് എഫക്റ്റ് കാണാം. ആ ഒരു ടൈൽസ് എഫക്റ്റ് എന്നുള്ളത് ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്തിട്ട് മിറർ ഓപ്ഷൻ ഓൺ ആക്കിയിടുക. അതിനുശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ആഡ് എഫക്റ്റിൽ ബ്ലറിൽ മോഷൻ ബ്ലർ എന്ന് കാണാം. ആ ഒരു എഫക്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ പിന്നെ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തേണ്ടിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു 2 എഫക്റ്റിൻ്റെയും ഒരു ഇമ്പാക്റ്റ് നമ്മളെ വീഡിയോ ക്ലിപ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്ലിപ്പിൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. അതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഈ നേരത്തെ വൈപ്പ് ചെയ്ത ആ ഒരു ക്ലിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് സെക്കൻഡ് ക്ലിപ്പിൻ്റെ ഫസ്റ്റിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് അതിൻ്റെ കുറച്ച് തൊട്ടടുത്ത് മറ്റേ വീഡിയോൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ അടുത്തായിട്ട് 2ാമത്തെ കീ ഫ്രെയിം എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാക്കി അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രാഫ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫാസ്റ്റിലായിട്ട് വന്ന് വരുന്ന ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്കിതിൽ കിട്ടുക. അതിന് ശേഷം 2ാമത്തെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. അതിലും ഇതുപോലെ തന്നെ 2 കീ ഫ്രെയിംസ് ഫസ്റ്റിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നേരത്തെ ലെഫ്റ്റിലേക്കായി എന്നു നമ്മൾ മൂവ് ചെയ്തതെങ്കിൽ ഇത് റൈറ്റിലേക്കായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. റൈറ്റിലേക്ക് കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ റൈറ്റിലേക്കാക്കി കൊടുത്താൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് വരുന്നത് കാണാൻ ഇതുപോലെ വരുന്നത് കാണാൻ കഴിയും. അത് കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ ഇപ്പോൾ റെഡ് ലൈൻ ഇപ്പോൾ സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മളെ ട്രാൻസിഷൻ ഉണ്ടാകുക. ഇതിലേക്കും നമ്മൾ നേരത്തെ ആ ഒരു കർവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയി തന്നെ പറയാൻ കഴിയും. ഇതിലിനി വേറൊരു ചേഞ്ച് നമുക്ക് വരുത്താനുമില്ല. ഈ 2 സെക്കൻഡ് ക്ലിപ്പും തേർഡ് ക്ലിപ്പും കാണാം. ആ 2 ക്ലിപ്പിലേക്കും മോഷൻ ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വർക്കിന് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ട്രാൻസിഷനാണിത്, സ്പ്ലിറ്റ് സ്ക്രീൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഹൈലൈറ്റ് മോഷൻ ട്യൂട്ടോറിയൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.